ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ പറഞ്ഞുള്ളത് ട്രിപ്പൊക്കെ പോയി അടിച്ച് പൊളിച്ച് തിരിച്ച് വന്നിട്ട് ഓൾമോസ്റ്റ് മോർ ദാൻ 10 days ആയി. അപ്പോൾ ബാക്ക് ടു നോർമൽ ലൈഫ് അഗെയിൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങാമെന്നുള്ളൊരു പ്ലാനിലാണ്. ഈ ട്രിപ്പ് കഴിയാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അത് സക്സസ്ഫുള്ളി ട്രിപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു. സോ എത്രയും പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യണമെന്നാണ് എൻ്റെ തീരുമാനം. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് വീഡിയോയിൽ. പോസ്റ്റ്പാർട്ടം എനിക്ക് സെക്കൻഡ് ബേബി 2024 ഫെബ്രുവരിയിൽ മോനുണ്ടായതിന് ശേഷം ഒത്തിരി വെയിറ്റ് കൂടുതലോ. നോർമലി നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കും, പാല് വരുന്നതിനായിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ടും വേറെ. അപ്പോൾ നമ്മൾ ഡയറ്റിനെ കുറിച്ചും ഒന്നും ആലോചിക്കില്ല. അപ്പോൾ വെയിറ്റ് പൊതുവേ കൂടുന്ന ബോഡി ടൈപ്പാണ് എൻ്റെ. പെട്ടെന്ന് കൂടും, പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് കുറയ്ക്കുന്ന ഒരു ബോഡി ടൈപ്പാണ്. അപ്പോൾ പോസ്റ്റ്പാർട്ടത്തിൽ നോർമലി എല്ലാവർക്കും കൂടുന്ന പോലെ തന്നെ കൂടിയായിരുന്നു. ആൻഡ് 4-5 months പോസ്റ്റ്പാർട്ടം ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തുകൊണ്ട് അതിനൊപ്പം എങ്ങനെ കുറയ്ക്കാമെന്നുള്ള ഒരു ഡയറ്റീഷ്യൻ അടുത്ത് ജോയിൻ ചെയ്തിട്ട് നോർമലി സ്ലോ ആൻഡ് സ്റ്റഡിലി ഒരു ഓൾമോസ്റ്റ് 8 months കൊണ്ട് ഒരു 15 kgs കുറച്ചു. 94 ഉണ്ടായിരുന്നു ഒരു പോസ്റ്റ്പാർട്ടം. 4 months കഴിഞ്ഞപ്പോൾ തുടങ്ങി എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ 94 kgs ഉണ്ടായിരുന്നു, 93.6 സംതിങ്. അതിൽ നിന്ന് 4 മാസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് നെക്സ്റ്റ് ഒരു 8 മാസം. അപ്പോൾ മോന് ഒരു 1 year ആകുമ്പോൾ അതിൻ്റെ പിക്ചേഴ്സൊക്കെ പിന്നീട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും ആ ഡിഫറൻസ്. ഈ മോൻ്റെ 28-ന് ഉണ്ടായിരുന്ന പിക്ചറും മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്ന പിക്ചറും. സോ ഐ വാസ് റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോഗ്രാം വിച്ച് ഐ ജോയിൻഡ്. അപ്പോൾ അങ്ങനെ കുറച്ചു. അതിനുശേഷം പിന്നെ വെക്കേഷൻ, സിസ്റ്ററുടെ മാരേജ്, ഇതപ്പോൾ ട്രിപ്പ്, അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് മെയിൻ ഒരു നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഡയറ്റ് തെറ്റിച്ചിട്ടാണ് ഇത്രയും മാസം ഒരു ലാസ്റ്റ് 2025 മാർച്ച് or ഏപ്രിലിൽ വിട്ടതാണ്. ഡയറ്റ് ആൻഡ് എക്സസൈസിന് ശേഷം ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിലപ്പോൾ 1 or 2 meals എൻ്റെ ഓർമ്മയിൽ വെച്ചിട്ട് ഞാൻ ഹെൽത്തി ഫൈമി ആപ്പൊക്കെ ഉപയോഗിച്ച് ചെയ്യും. പിന്നെ തേർഡ് മീൽ ചിലപ്പോൾ വീട്ടിലുള്ള എന്തെങ്കിലുമായിരിക്കും. ചില ദിവസം നടക്കില്ല, എക്സസൈസിലൊന്നുമില്ല. പക്ഷേ ആ 94 നിന്ന് 79 എത്തിയത് ഇപ്പോഴും ആ 15 kgs കുറഞ്ഞത് ആ 79-78 ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിയിട്ടില്ല. ഞാൻ ഡിവേറ്റ് ആയിട്ടും കൂടിയിട്ടില്ല. അതാണ് മെയിൻ കാര്യം. നമ്മൾ ചെയ്യുന്ന ഡയറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് കൂടും. ഞാൻ മെയിൻറ്റെയിൻ ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ ഡിവേറ്റ് അല്ല. ഫുള്ളി സ്നാക്സും അതിപ്പോൾ ആരും ചെയ്യില്ലല്ലോ. വെയിറ്റ് ലോസ് ജേർണിയിലുള്ള ആരും അങ്ങനെ ഫുള്ളി ഷുഗർ ആൻഡ് സ്നാക്സിലോട്ട് മാറത്തില്ല. പക്ഷേ എന്നാലും പുറത്ത് കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നോർമൽ ഫുഡിലോട്ട്. നമ്മളിപ്പോൾ ഡയറ്റിലിരിക്കുന്നവരെന്തായാലും ഡയറ്റ് എന്നുള്ള വാക്ക് തന്നെ കറക്റ്റല്ല, ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറയാം നമ്മളിപ്പോൾ ബാക്കിയുള്ളവർ. അപ്പോൾ ഹെൽത്തി ഈറ്റിംഗ് അല്ല വെച്ചാൽ അല്ല, ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രോപ്പർ ഫുഡ് എന്താ പറയുക, കേരളത്തിലായാലും അല്ലെങ്കിൽ നമ്മൾ സൗത്തിലോ നോർത്തിലോ എവിടെയാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ഒരു ആപ്പിൽ ഇട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാലറീസ് ചിലപ്പോൾ കൂടുതൽ അനാവശ്യമായിട്ട് നമ്മൾ വലിച്ചു കയറ്റുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണല്ലോ അപ്പോൾ തടി കൂടി അനുഭവിക്കുന്നത്. ഹെൽത്തിൻ്റെ ഇഷ്യൂസ് വരും. നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റില്ല, ആരോഗ്യം ഉണ്ടല്ലോ, വീട്ടുപണികൾ ചെയ്യാനായാലും ഓഫീസ് ജോലികളും ട്രാവലും മറ്റു കാര്യങ്ങൾക്കും അതിനൊക്കെ വേണ്ടിയിട്ട് മോറോവർ ഒരു സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഹാപ്പിനെസ് ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നത്. അല്ലാതെ ലുക്ക് മാത്രമല്ല പ്രധാനം. ഓഫ് കോഴ്സ് നമുക്ക് കോൺഫിഡൻസ് തരും ലുക്കിൽ മാറ്റം വരുമ്പോൾ, അല്ലാതെ അത് മാത്രം ഒരു പ്രൈമറി ഗോളല്ല. മെയിനായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ല മിക്കവരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചാലഞ്ച് തുടങ്ങാം എന്ന് വിചാരിച്ചു. 100 days ചാലഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് പറയാം, ഞാനൊരു ഡയറ്റീഷ്യനോ ഡോക്ടറോ ന്യൂട്രീഷനിസ്റ്റോ ഒന്നും അല്ല. ഞാനൊരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് ജോയിൻ ചെയ്ത് എനിക്ക് വർക്കായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോകുന്നു. പിന്നെ ആ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നു. അത് ഇഷ്ടമുള്ളവർക്ക് ഫോളോ ചെയ്യാം, ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ വേറെ ചിലർക്ക് കാണാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് ഇറ്റ്സ് അപ്പ് ടു യു. ഇത് ശരിയാണ് ഇത് തെറ്റാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൈ ബി ഐ ഡോണ്ട് ഹാവ് എനി ആൻസർ. ഇറ്റ് വർക്ക്സ് ഫോർ മീ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ട് കാലറി ഡെഫിസിറ്റ് ഡയറ്റാണ്, അല്ലാതെ കീറ്റോ അങ്ങനത്തെ ഒന്നുമല്ല. പ്രോട്ടീൻ ആൻഡ് ഫൈബർ കൂടുതലായിരിക്കും, കാർബ് കുറവായിരിക്കും. അങ്ങനത്തെ ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ 30 minutes മിനിമം വാക്ക്, അത്ര മതി. കുറേ ജിമ്മൊക്കെ പോയി അങ്ങനെ ഒത്തിരി എക്സസൈസ് ചെയ്യണമെന്നില്ല ഈ ഡയറ്റിന്. 30 minutes ഒന്നിൽ വാക്ക് ചെയ്യാം, അല്ലെങ്കിൽ സുംബ ചെയ്യാം. മിനിമം 30 minutes 1 hour ആവാം, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ടൈം പോലെ. മിനിമം 4 to 5 days per week മതി, എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു 100 days ചാലഞ്ച് നമ്മൾ സെപ്റ്റംബർ 1 തൊട്ട് തുടങ്ങുകയാണ്. എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ ഞാൻ 79-ലാണ്. അറ്റ്ലീസ്റ്റ് ഒരു 69 ആവണം, നമ്പർ 60 കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കാണാം ഷോർട്സ് ആയിരിക്കും ഇടുന്നത്. 100 ദിവസം എൻ്റെ കൂടെ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ടാവണം. ഓക്കെ, ബൈ.